ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ന്യൂട്ടൺസ് റിംഗ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണത്. ഫസ്റ്റ്, വാട്ട് യു മീൻ ബൈ ന്യൂട്ടൺസ് റിംഗ്? ന്യൂട്ടൺസ് റിംഗ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് വേവ് ലെങ്ത് ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ്. ഒരു മോണോക്രോമാറ്റിക് ലൈറ്റിൻ്റെ, അതായത് ഒരു കളർ മാത്രമുള്ള ലൈറ്റിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത് ന്യൂട്ടൺസ് റിംഗ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഫിഗർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഒരു സോഴ്സ് ഉണ്ട്. സോഴ്സിൽ നിന്ന് എന്താണ് ലൈറ്റ് പല ഡയറക്ഷനിലും ലൈറ്റ് ഡീവിയേറ്റ് ചെയ്ത് പോവാണ്. അതിന് നമ്മൾ കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്ത് പാരലൽ ബീം ഓഫ് ലൈറ്റ് ആക്കി മാറ്റി അത് ഗ്ലാസ് പ്ലേറ്റിൽ വന്ന് തട്ടും. എന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് താഴേക്ക് വരും. എന്നിട്ട് എന്താണ് താഴെ ഒരു പ്ലെയിനോ കോൺവെക്സ് ലെൻസും അതുപോലെ തന്നെ എന്താണ് ഒരു ഗ്ലാസ് പ്ലേറ്റും കൂടിയിട്ടാണ് ഇവിടെ എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതായത് ഒരു പ്ലെയിനോ കോൺവെക്സ് ലെൻസും ഉണ്ടാവും, ഒരു ഗ്ലാസ് പ്ലേറ്റും ഉണ്ടാവും. ഫസ്റ്റ് ന്യൂട്ടൺസ് റിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണത് ഒരു പ്ലെയിനോ കോൺവെക്സ് ലെൻസ്. പ്ലെയിനോ കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് കോൺവെക്സ് ലെൻസിന് നമ്മൾ പകുതിയായി കട്ട് ചെയ്യണ സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്താണ് ഒരു ഭാഗം പ്ലെയിൻ ആയിട്ടുള്ള കോൺവെക്സ് ലെൻസാണ്. അതിനാണ് നമ്മൾ പ്ലെയിനോ കോൺവെക്സ് ലെൻസ് എന്ന് പറയാം. അപ്പോൾ പ്ലെയിനോ കോൺവെക്സ് ലെൻസ് ഒരു ഗ്ലാസ് പ്ലേറ്റിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ലൈറ്റ് എന്താണ് ഇവിടെ താഴെ വന്ന് തട്ടുന്ന സമയത്ത് എന്താണ് ഇതിൻ്റെ അപ്പർ സർഫസിൽ നിന്നും ലോവർ സർഫസിൽ നിന്നും ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് മുകളിലേക്ക് പോവുകയും അവിടെ എന്താണ് സൂപ്പർ പൊസിഷൻ നടക്കും. അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് ഇൻ്റർഫറൻസ് പാറ്റേൺ ആയിട്ട് ആൾട്ടർനേറ്റീവായിട്ട് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് റിങ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മളുടെ ന്യൂട്ടൺസ് റിംഗ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ന്യൂട്ടൺസ് റിംഗ് യൂസ് ചെയ്യണത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് വേവ് ലെങ്ത് ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ്. ഓക്കെ, ഇനി ഈ ഒരു ഫിഗറിനെ നമ്മൾ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിരിക്കുകയാണ് ഇതെന്ന് പറയുന്നത്. ഇതിൽ നമ്മളൊരു പ്ലെയിനോ കോൺവെക്സ് ലെൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പ്ലേറ്റ് ഉണ്ട്. ഈ പ്ലെയിനോ കോൺവെക്സ് ലെൻസിൻ്റെ നമ്മൾ കംപ്ലീറ്റ് ഒരു സർക്കിളായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ സർക്കിളിൻ്റെ സെൻറ്ററാണ് പോയിന്റ് സി എന്ന് പറയുന്നത്. ഇതിൻ്റെ റേഡിയസ് ആണ് ഇവിടെ ക്യാപിറ്റൽ ആറും ഇത്രയും പോർഷൻ ക്യാപിറ്റൽ ആറും, അതായത് ഒ സിയും റേഡിയസ് ആണ്. അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ബി സിയും റേഡിയസ് ആണ്. അതുപോലെ തന്നെ ബി എച്ച് എന്ന് പറയുന്നത് അതിൻ്റെ റിങ്ങിൻ്റെ ഡയമീറ്റർ ആണ്. ബി എച്ച് എന്ന് പറയുന്നത് റിങ്ങിൻ്റെ ഡയമീറ്റർ അല്ല, റിങ്ങിൻ്റെ റേഡിയസ് ആണ് ബി എച്ച്. ഓക്കെ, അപ്പോൾ ഇത് ആർ എൻ ആണ്. ബി എച്ച് എന്ന് പറയുന്നത് ആർ എൻ ആണ്. അതുപോലെ തന്നെ ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആറാണ്, റേഡിയസ് ആണ്. ഇനി ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് എയർ വെഡ്ജിൻ്റെ തിക്നെസ് ആണ്. അപ്പോൾ ഇത്ര പോർഷൻ ടി ആണ്, സ്മോൾ ലെറ്റർ ടി ആണ്. അപ്പോൾ ഇത്രയും ടി ആവുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ ആർ ആവുമ്പോൾ ഈ സി എച്ച് എന്നുള്ള പോയിന്റ് എന്താവും? ആർ മൈനസ് ടി ആയിരിക്കും. അതാണ് ഇവിടെ റൈറ്റ് സൈഡിൽ മെൻഷൻ ചെയ്തത്. ഒ എച്ച് ഇസ് ഈക്വൽ ടു ടി, ഒ സി ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ, സി എച്ച് ഇസ് ഈക്വൽ ടു ആർ മൈനസ് ടി, ബി എച്ച് ഇസ് ഈക്വൽ ടു ആർ എൻ. ഓക്കെ, ഇനി നമ്മൾ ഡെറിവേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് ഇവിടെ ഡെറിവേഷൻ നമ്മൾ തുടങ്ങുന്നത് ഫ്രം ട്രയാങ്കിൾ സി എച്ച് ബി ആണ്. അതായത് ട്രയാങ്കിൾ സി എച്ച് ബി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ട്രയാങ്കിൾ സി എച്ച് ബിയിൽ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ എൻ സ്ക്വയർ പ്ലസ് ആർ മൈനസ് ടി ഹോൾ സ്ക്വയർ ആണ്. ഇതിന്ന് നമ്മൾ എന്താണ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ, ആർ മൈനസ് ടി ഹോൾ സ്ക്വയറിനെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആർ സ്ക്വയർ മൈനസ് ടു ആർ ടി പ്ലസ് ടി സ്ക്വയർ നമുക്ക് എഴുതാൻ പറ്റും. ഇനി ടി വളരെ ചെറുതാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ടി ഒരു 0.1 ഒക്കെ ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് അതിനേക്കാൾ ചെറുതായിരിക്കും. അതായത് ടി വളരെ ചെറുതാണെങ്കിൽ ടി സ്ക്വയറിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഇവിടെ ടി സ്ക്വയർ നെഗ്ലക്റ്റ് ആയിപ്പോയി. പിന്നെ എന്താണ് ഇവിടെ ആർ സ്ക്വയറും ക്യാൻസലായിപ്പോയി. ബാക്കി എന്താ ഉള്ളത്? ആർ എൻ സ്ക്വയർ മൈനസ് ടു ആർ ടി ആണ്. ആർ എൻ സ്ക്വയർ മൈനസ് ടു ആർ ടി ആണുള്ളത്. അതിന് നമ്മൾ എഴുതുമ്പോൾ ആർ എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടു ആർ ടി വരും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി കണ്ടീഷൻ ഫോർ നമ്മൾ ഓരോ കണ്ടീഷൻസ് നമ്മൾ ഫസ്റ്റ് ഡാർക്കിൻ്റെ കണ്ടീഷൻ മാത്രം ഞാൻ പറയുന്നുള്ളൂ. കണ്ടീഷൻ ഫോർ ഡാർക്ക് റിംഗ് എന്ന് പറയുന്നത് 2 mu t cos r is equal to എല്ലാംഡേ ആണ്. ഇനി ഫോർ നോർമൽ ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലെയിനോ കോൺവെക്സ് ലെൻസിൻ്റെ മുകളിൽ ലൈറ്റ് നോർമൽ ആയിട്ടാണ് വന്ന് വീഴുന്നത്. പക്ഷേ ഇതിൽ ഓരോ ലൈറ്റും എന്താണ് പാരലൽ ബീമാണ്. അപ്പോൾ വരുന്ന അതേ ആംഗിൾ തന്നെയാണ് തിരിച്ചും പോണത്. അപ്പോൾ അതിൻ്റെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ cos 0ൻ്റെ വാല്യൂ എന്താവും? 1 ആയിരിക്കും. അപ്പോൾ cos r ൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അതുപോലെ എയർ
എയർ ആണ് ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എയർ ആണ് മീഡിയം, അതുകൊണ്ട് തന്നെ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആയിരിക്കും. അപ്പോൾ μ1 അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ കോസാറിൻ്റെ വാല്യൂ 1. അപ്പോൾ 2t = n ലാംഡ എന്ന് കിട്ടും. ഇനി 2t = n ലാംഡ എന്നുള്ള കണ്ടീഷൻ നമ്മൾ ഇക്വേഷൻ 1 അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഇക്വേഷൻ 1 അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? rn² = nr ലാംഡ വരും. ഓക്കെ, അപ്പോൾ ഇതിൽ rn √nr ലാംഡ എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്, പക്ഷെ നമ്മൾ ഡെറിവേഷനിൽ വരുന്നില്ല. അപ്പോൾ നിങ്ങളത് എഴുതി വെക്കണം. ഇനി നമ്മളുടെ എയിം എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ കട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ഈ സ്റ്റെപ്പിലേക്കാണ് ചാടുന്നത് കേട്ടോ. ഇത് അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ എഴുതുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ rn² = nr ലാംഡ കിട്ടി. എന്നിട്ട് എന്താണ് നമ്മൾ ടു ഫൈൻഡ് വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണത്? rn² = nr ലാംഡയാണ്. rനെ നമ്മൾ dn/2 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ dn/2 2 = nr ലാംഡ വരും. അപ്പോൾ dn² എന്ത് വരും? 4nr ലാംഡ വരും. ഓക്കെ, dn² എന്ന് പറയുന്നത് 4nr ലാംഡ വരും. dn² എന്ന് പറയുന്നത് 4nr ലാംഡ വരും. അപ്പോൾ d² n + k. ഇപ്പോൾ കുറേ റിങ്സ് ഉണ്ട്. ഇത് ഫസ്റ്റ് റിങ്ങിന് നമ്മൾ n = 1 എടുക്കുകയാണെങ്കിൽ 1ന് മുകളിൽ ഒരുപാട് റിങ്സ് ഉണ്ട്. n = 1 + 1, 1 + 2, 1 + 3 എന്ന് പറഞ്ഞിട്ട് ഒരുപാട് റിങ്സ് ഉണ്ട്. അപ്പോൾ n + kth റിങ്സും ഉണ്ടാവും. അപ്പോൾ d² n + k എന്ന് പറയുന്നത് 4 × n-ൻ്റെ സ്ഥാനത്ത് n + k കൊടുക്കുമ്പോൾ 4 × ബ്രാക്കറ്റിൽ n + k r ലാംഡ വരും. അപ്പോൾ ഇവിടെ 2 ഇക്വേഷൻസ് വന്നു. d² n-ൻ്റെ ഇക്വേഷൻ, d² n + kയുടെ ഇക്വേഷൻ. ഈ d² n + kയിൽ നിന്ന് d² n സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 4k r ലാംഡ എന്നുള്ളൊരു കൺസെപ്റ്റാണ് കിട്ടുക. ഇതൊന്നും നമ്മളത് കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് 4k r ലാംഡ എന്നുള്ളൊരു കണ്ടീഷനാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ ബ്രൈറ്റ് റിങ്ങിൻ്റെ കണ്ടീഷൻ എടുക്കുക. ഈ നമ്മൾ 4k r ലാംഡ എന്നുള്ള കണ്ടീഷൻ നമുക്ക് ലാംഡയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ലാംഡയുടെ ഇക്വേഷൻ എന്താവും? d² n + k - d² n / 4k r എന്നുള്ള ഇക്വേഷൻ വരും. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി ബ്രൈറ്റ് റിങ്ങിൻ്റെ കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ എന്താ വരിക? ബ്രൈറ്റ് റിങ്ങിൻ്റെ കണ്ടീഷൻ ഇവിടെ. ബ്രൈറ്റ് റിങ്ങിൻ്റെ കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ്? ഇവിടെയാണ് കണ്ടീഷൻ ഫോർ ബ്രൈറ്റ് റിങ്. ഇതാണ് ഇവിടെ 2μt cos r = 2n + 1 λ/2 ആണ്. അപ്പോൾ അതേപോലെ തന്നെ എന്താണ് നമ്മൾ അടുത്ത ഓരോ സ്റ്റെപ്പുകൾ അതേപോലെ തന്നെ ചെയ്യുക. അവിടെ മ്യൂയുടെ വാല്യൂ 1 ആവും, cos r-ൻ്റെ വാല്യൂ 1 ആവും, ബിക്കോസ് നോർമൽ ഇൻസിഡൻസിൻ്റെ കേസ്. അങ്ങനെയാകുമ്പോൾ rn² = 2n + 1 r λ/2 വരും. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടാവണേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ rn² 2n + 1 r λ/2 എന്ന് എഴുതുക. ഇനി rനെ dn/2 എന്ന് എഴുതുക. അപ്പോൾ dn/2 = 2n + 1 r λ/2 വരും. ഇനി ഇതേപോലെ തന്നെ എന്താണ് d² n + k, അതായത് d² n എന്ന് പറയുന്നത് 4 മുകളിലേക്ക് പോകും. അപ്പോൾ 4/2, അതായത് 2 × 2n + 1 r λ വരും. അപ്പോൾ d² n + k എന്ന് പറയുന്നത് 2 × n-ൻ്റെ സ്ഥാനത്ത് n + k + 1 r ലാംഡ. എന്നിട്ട് എന്താണ് d² n + kയിൽ നിന്ന് d² n കുറയ്ക്കുമ്പോൾ ഇതേ ഇക്വേഷനാണ് വരിക 4k r ലാംഡ. അതിൽ നിന്ന് നമുക്ക് ലാംഡ കണ്ടുപിടിക്കാൻ പറ്റും. ലാംഡ = d² n + k - d² n / 4kr. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ടു ഫൈൻഡ് എ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊന്നുമില്ല, നമ്മൾ നേരത്തെ നമ്മൾ എഴുതിയ അതേ ഇക്വേഷനിൽ നിന്ന് ഒരു ചെറിയൊരു മാറ്റം മാത്രമാണ് നമ്മൾ വരുത്തുന്നുള്ളൂ. നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ നമുക്കറിയാം. dn² എന്ന് പറയുന്നത് 4n r ലാംഡയാണ് അല്ലേ? dn² എന്ന് പറയുന്നത് 4n r ലാംഡയാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എയർ ആവണ മീഡിയമെങ്കിൽ അവിടെ കിട്ടുന്ന ഡയമീറ്റർ എന്ന് പറയുന്നത് d ആണെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു മീഡിയം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ മീഡിയം ഉണ്ടാകുമ്പോൾ അവിടുത്തെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാണ് എയർ ഉണ്ടാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡയമീറ്റർ എന്ന് വിചാരിക്കുക. അപ്പോൾ മീഡിയം ആവണ സമയത്ത്, അതായത് ഈ ഗ്ലാസ് പ്ലേറ്റിനും കോൺവെക്സ് ലെൻസിൻ്റെ ഇടയിൽ എന്താണ് എന്തെങ്കിലും ഒരു വാട്ടറോ മെർക്കുറിയോ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ ഇതിന് ഡയമീറ്ററിൻ്റെ പൊസിഷനിൽ ചെറുതായിട്ട് എന്താണ് മാറ്റം വരും. ഓക്കെ, അതാണ് ആ പുതിയ ഡയമീറ്ററിനാണ് നമ്മൾ dn² എന്ന് എഴുതണത്. അപ്പോൾ dn² നമ്മൾ നേരത്തെ കിട്ടിയിരുന്നത് 4n r ലാംഡയാണ്. അപ്പോൾ ഇവിടെ ഒരു മീഡിയം ഉള്ള സമയത്ത് അതിൻ്റെ dn² എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ dn² ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4n r ലാംഡ. ദെൻ
ഡി സ്ക്വയർ എൻ പ്ലസ് കെ എന്ന് പറയുന്നത് നേരത്തെ 4n+k r ലാംഡ ആയിരുന്നു. അതെന്ന് പറയുന്നത് ഇത് നമ്മൾ മീഡിയം ഉള്ള സമയത്ത് ഡി സ്ക്വയർ എൻ പ്ലസ് കെ = 4 × n+k r ലാംഡ / μ വരും. ഇനി നേരത്തെ നമ്മൾക്ക് എന്താണ് ഡി സ്ക്വയർ എൻ പ്ലസ് കെ മൈനസ് ഡി സ്ക്വയർ എന്ന് പറയുന്നത് 4k r ലാംഡയാണ് കിട്ടിയത്. അത് 4k r ലാംഡ / μ വരും. ഓക്കെ, ഇനി ഒന്നുമില്ല, നിങ്ങൾ ഇവിടെ നമ്മളുടെ ഇക്വേഷൻ ഡി സ്ക്വയർ എൻ പ്ലസ് കെ മൈനസ് ഡി സ്ക്വയർ എൻ / 4k r ലാംഡ / μ ആണ്. ഇവിടെ എന്ന് പറയുന്നത് ഡി സ്ക്വയർ എൻ പ്ലസ് കെ മൈനസ് ഡി സ്ക്വയർ എന്ന് പറയുന്നത് 4k r ലാംഡ ആണ് അല്ലേ, 4k r ലാംഡ ആണ്. ഈ രണ്ട് ഇക്വേഷൻസും ഡിവൈഡ് ചെയ്യണ സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇത് രണ്ടും ഡിവൈഡ് ചെയ്യണ സമയത്ത് നമുക്ക് ഇതാണ് ഇക്വേഷൻ ഡി സ്ക്വയർ എൻ പ്ലസ് കെ മൈനസ് ഡി സ്ക്വയർ എന്ന് പറയുന്നത് 4k r ലാംഡ ആണ്. അതായത് ഇക്വേഷൻ 2 നിന്ന് നമ്മളുടെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യണ സമയത്ത് നമുക്ക് എന്ത് കിട്ടും? മ്യൂ കിട്ടും. മ്യൂ ഈസ് ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം. ഓക്കെ.